ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് വീഡിയോ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത് ഒരു മരപ്പൊട്ടൻ എന്ന് തന്നെ പറയും. അവൻ ഭയങ്കര ഫേമസ് ആണ്. അവനെ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമാളിത്തരം കാണിച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അലൻ ജോസ് പെരേരനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മളും അത്യാവശ്യം കോമാളിത്തരം കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് പൊട്ടത്തരമൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കുള്ള സാധനമാണ് ഈ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ പുറകെ കുറച്ച് വാല് പിടിച്ച് കുറേ ആൾക്കാരുമുണ്ട്. അങ്ങനെ ഈ പൊട്ടൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും പൊട്ടൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവൻ കാണിക്കുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കും, നീ വേണേ കണ്ടാൽ മതിയില്ല, നിനക്ക് ഓടിച്ചു വിട്ടാൽ പോരെ എന്നുള്ളൂ. ഓടിച്ചു വിട്ടാലും ഇത് തന്നെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ പറയണം. കാരണം അവൻ്റെ വല്യമ്മ മരിച്ചിട്ട് 7 ആ 7 അവൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇവനെയൊക്കെ ഇവനെയൊക്കെ താങ്ങി നടക്കുന്നവരെ വേണം. കുറച്ച് അണ്ണന്മാരുണ്ടല്ലോ ഇവൻ്റെ പുറകെ താങ്ങി നടക്കുന്നത്, കണ്ടന്റിന് വേണ്ടി നടക്കുന്നത്. ഇപ്പം ഞാനും ചെയ്യുന്ന കണ്ടന്റാണ് ശരിയാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് തെണ്ണം തോന്നി. എന്നാണല്ലോ അവൻ്റെ ചെറുപ്പത്തിൽ അവനെ എടുത്തു വളർത്തിയിട്ടുള്ള അവൻ്റെ വല്യമ്മയല്ലേ. ആ വീഡിയോ ഞാൻ ഈ സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നത് കേൾക്കണം, പിതാവിനും പുത്രനും പ്രസന്നനിൽ നിന്നും. അത് അവനെ അറിയാൻ മേലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഇത് വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണ്. അല്ലെ അവൻ്റെ കൂടെയുള്ള പൊട്ടന്മാർ അവനായിട്ട് ചെയ്യിക്കുന്നതാണ്. പൊട്ടന്മാരെന്ന് വിളിക്കുന്നത് കാണിക്കുന്ന ആദായം കണ്ടിട്ട് തന്നെയാണ്. ഇത് 2-ാം തീയതി അപ്പോ എന്തായാലും നമുക്ക് ഇത് പ്രാർത്ഥിച്ചേക്കാം. പിതാവിനും പുത്രനും പ്രസന്നനും നമുക്ക് ആമേൻ. എന്തായാലും ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. കാരണം സിനിമ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് സഹായം ചെയ്തൊരു അമ്മയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം കണ്ടച്ച് പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ, ഇതിപ്പോൾ പറയാനാണ് ഒത്തിരി പറയേണ്ടി വരും. ഇപ്പം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു കലാകാരൻ, ഒരു സിനിമാ താരം മരിച്ചിട്ടുണ്ട്, കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പം ചടങ്ങിന് പല സിനിമ മേഖലയിൽ നിന്നുള്ള പലരും വന്നിട്ടുണ്ട്. മിമിക്രി കലാരംഗത്തു നിന്നുള്ള കുറേ ആളുകൾ വന്നു. അപ്പം അതിൽ നടൻ ജയസൂര്യ വന്ന സമയത്ത്, അദ്ദേഹത്തെ കണ്ട് തിരിച്ചിറങ്ങി വന്ന സമയത്ത്, അതായത് ഒരു മരണം നടന്ന വീടാണ്, അവിടെ ദുഃഖമാണ്, ആ ഒരു പ്രദേശം ആകെ ഒരു ദുഃഖത്തിലാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ വീട്ടുകാരും കുടുംബക്കാരും കൂടെ പ്രവർത്തിച്ചവരെല്ലാം വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജയസൂര്യ വരുന്ന ഒരു സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നിൽ ചെന്ന് ചാടുന്നതാണ്. അതായത് സന്ദർഭത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഒരു മരിച്ചടക്കെന്നൊക്കെ പറയുമ്പം നമുക്കറിയാമല്ലോ, അത്രയും വിഷമവും കാര്യങ്ങളും എല്ലാം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വന്നിട്ട് ഇപ്പോൾ ആരാണേലും ഏത് സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര പ്രമുഖനായ ആൾ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടത് സാമാന്യ ബോധമാണ്. ആ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ആര് വന്നാലും അവിടെ പോയി സെൽഫി എടുക്കാനോ വിളിക്കാനോ ഒന്നും പോകത്തില്ല. ഇതൊക്കെ വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളാണെങ്കിൽ ഓക്കെ സംബന്ധിച്ചു. ഇതൊക്കെ ഒരു ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കോമൺ സെൻസ് എന്നാന്ന് അറിയാൻ മേലാത്ത ഫോണും പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കും. ഈ രണ്ട് കാഴ്ചകൾ കണ്ടപ്പോൾ ഇന്ന് ഇതുപോലെ ഓരോ ദിവസങ്ങളിൽ ഓരോരോ കാഴ്ചകളുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി ഇത് കണ്ടപ്പം. ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വളർന്നു വരുന്നതനുസരിച്ച് തലയിൽ വെളിച്ചം ഇല്ലാത്തൊരവസ്ഥയാണ്. കണ്ടപ്പം എനിക്കിത് റിയാക്ട് ചെയ്യാൻ തോന്നി. ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്നേ കാണുന്നത്. കണ്ടപ്പോൾ തോന്നി റിയാക്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.